എങ്ങനെയുണ്ട് വട? അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട് വട? സൂപ്പർ. എങ്ങനെയുണ്ട് വട വിഷ്ണു? Never had anything before like this. Okay. So good. ചേട്ടൻ വട എങ്ങനെയായിരുന്നു? സൂപ്പർ പൊളിച്ചു. എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ദിവസം ആതിരപ്പള്ളി പോയി തിരിച്ചു വരുന്ന വഴിക്ക് വെറ്റിലപ്പാറ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അസാധ്യമായി എന്തോ ഒരു സാധനം പൊരിക്കുന്ന സ്മെല്ല് കിട്ടുന്നത്. വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ല്. ചെന്ന് നോക്കുമ്പോഴെന്താ, ഇത് ഉഴുന്നുവട ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ല്. ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് ഇത്ര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ ഉണ്ടാവുമോ എനിക്കറിയില്ല. ഞാൻ ഉഴുന്നുവട അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷേ ഈ സ്മെല്ല് കിട്ടിയപ്പം എനിക്കതൊന്ന് കഴിച്ചു നോക്കാൻ തോന്നി. കഴിച്ചു നോക്കിയ സമയത്തോ എൻ്റെ ലൈഫിൽ ഇത്ര ക്രിസ്പി, പുറമേ ഇത്ര ക്രിസ്പി ആയിട്ട് ഉള്ളിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉഴുന്നുവട എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. സോ അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ദാസേട്ടൻ്റെ ഈ ഉഴുന്നുവട എല്ലാവരും ഒന്ന് കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണെന്ന് എനിക്ക് തോന്നി. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ചെറിയ കട പെട്ടെന്നൊരു ദിവസം ആന വന്ന് എല്ലാം നശിപ്പിച്ച് കളഞ്ഞ സമയത്തും നഷ്ടപ്പെടാതെ പോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് മാത്രമാണ് ദാസേട്ടൻ വീണ്ടും ഈ കട റീ ഓപ്പൺ ചെയ്യാനുള്ള കാരണം. അത് ദാസേട്ടൻ്റെ കഴിവാണ്. ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവ്, ദാസേട്ടൻ്റെ കൈപുണ്യം. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനിയും ദാസേട്ടന് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ ആ ഒരൊറ്റ കൈപുണ്യം മതി. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു കഴിവ് മാത്രം മതി. ഇത് എല്ലാവർക്കുമുള്ളൊരു മെസ്സേജ് ആവട്ടെ. ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി നഷ്ടപ്പെട്ടു പോയാലും വീണ്ടും നമുക്ക് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളുടെ മേലുള്ള ഒരു കഴിവ് ഒന്നിനും ഒരാൾക്കും നഷ്ടപ്പെടുത്താനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ആൻഡ് അത് മാത്രമാണ് നമുക്ക് മുന്നോട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താനുള്ള സ്ട്രെങ്ത്, നമ്മളുടെ പവർ എന്ന് പറയുന്നത്.